നമസ്കാരം, ഏവർക്കും മറ്റൊരു ആൻഡ്രോയിഡ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചെക്ക് ബോക്സ് എങ്ങനെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ പ്ലേസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഈ എപ്പിസോഡിൽ റേഡിയോ ബട്ടൺസ് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റി പഠിക്കാം. പ്രധാനമായും നമ്മൾ റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഈ ആപ്ലിക്കേഷന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു കളർ മാത്രമേ ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ സാഹചര്യങ്ങളെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പ്രധാനമായും നമ്മൾ റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ റേഡിയോ ബട്ടൺസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ പ്ലേസ് ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. റേഡിയോ ബട്ടൺസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി പ്രധാനമായും നമ്മൾ ഒരു റേഡിയോ ഗ്രൂപ്പിലാണ് റേഡിയോ ബട്ടൺസ് ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു റേഡിയോ ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ വിഡ്ത്ത് മാച്ച് പേരൻ്റായി സ്പെസിഫൈ ചെയ്തു, ഹൈറ്റ് റാപ്പ് കണ്ടൻറ്റ് എന്ന് സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഈ റേഡിയോ ഗ്രൂപ്പിലേക്ക് ഞാൻ ഓരോരോ റേഡിയോ ബട്ടൺസായി ആഡ് ചെയ്യുകയാണ്. അതിന് മുമ്പായി നമുക്ക് ഈ റേഡിയോ ഗ്രൂപ്പ് അല്പം കൂടി താഴേക്ക് മൂവ് ചെയ്യാം. അതിനു വേണ്ടി ഒരു മാർജിൻ സ്പെസിഫൈ ചെയ്യാം. മാർജിൻ ടോപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ റേഡിയോ ഗ്രൂപ്പ് സ്വല്പം കൂടി താഴേക്ക് മൂവ് ചെയ്യുകയാണ്. ഞാനൊരു 50 dp സ്പേസ് കൊടുത്തു. അടുത്തതായി ഈ റേഡിയോ ഗ്രൂപ്പിൽ ഞാൻ ഫസ്റ്റ് റേഡിയോ ബട്ടൺ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ വിഡ്ത്ത് ഞാൻ മാച്ച് പേരൻ്റ് എന്ന് സ്പെസിഫൈ ചെയ്തു, ഹൈറ്റ് റാപ്പ് കണ്ടൻറ്റ് എന്ന് കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഒരു റേഡിയോ ബട്ടൺ ആഡായിരിക്കുന്നതായി നിങ്ങൾക്ക് ഈ പ്രിവ്യൂ വിൻഡോയിൽ കാണാൻ സാധിക്കും. അടുത്തതായി ഈ റേഡിയോ ബട്ടണ് നമുക്കൊരു ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാം. ഞാനിവിടെ ഒരു കളർ നെയിം സ്പെസിഫൈ ചെയ്യുകയാണ്. റെഡ് എന്ന ഒരു കളർ നെയിം ഞാനിവിടെ സ്പെസിഫൈ ചെയ്തു. അടുത്തതായി നമുക്ക് ഈ റേഡിയോ ബട്ടണ് ഒരു ID സ്പെസിഫൈ ചെയ്യാം. അതിനുവേണ്ടി ID എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് എന്ന് സ്പെസിഫൈ ചെയ്തു. ഞാനിവിടെ മറ്റൊരു റേഡിയോ ബട്ടൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ ഗ്രീൻ എന്നാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ID ചേഞ്ച് ചെയ്തു, ഗ്രീൻ എന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ലേഔട്ടിൽ ഒരു റേഡിയോ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആ റേഡിയോ ഗ്രൂപ്പിൽ നമ്മൾ 2 റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്തു. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു വെർച്വൽ ഡിവൈസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഞാനിവിടെ റെഡ് എന്ന വാല്യൂ സെലക്ട് ചെയ്തു. അടുത്തതായി ഞാൻ സെലക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടൺ മാത്രമേ ഒരു സമയത്ത് യൂസറിന് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഈ റേഡിയോ ബട്ടൺസ് ഒരു റേഡിയോ ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അടുത്തതായി ഈ റേഡിയോ ബട്ടൺസിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ്, അതായത് യൂസർ ഈ റേഡിയോ ബട്ടൺസുമായി ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ഈവൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം. ഒരു കാര്യം കൂടി, ഇവിടെ നമ്മൾ റേഡിയോ ഗ്രൂപ്പിലാണ് ഈ റേഡിയോ ബട്ടൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റേഡിയോ ഗ്രൂപ്പ് എന്ന ക്ലാസ് ലീനിയർ ലേഔട്ട് എന്ന ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ എപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും. ഇവിടെ ഈ റേഡിയോ ഗ്രൂപ്പിൽ ഞാൻ പ്രത്യേകിച്ച് യാതൊരു ഓറിയൻറ്റേഷനും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഓറിയൻറ്റേഷൻ ഹൊറിസോണ്ടൽ എന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. അതിനായി ആദ്യമായി ഇതിൻ്റെ എല്ലാം വിഡ്ത്ത് ഞാൻ റാപ്പ് കണ്ടൻറ്റ് എന്ന് ചേഞ്ച് ചെയ്യുകയാണ്. രണ്ടാമത്തെ റേഡിയോ ബട്ടൻ്റെ വിഡ്ത്തും ഞാൻ റാപ്പ് കണ്ടൻറ്റ് എന്ന് ചേഞ്ച് ചെയ്തു. അടുത്തതായി ഞാനിവിടെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അതിനായി നിങ്ങൾക്കിവിടെ ഓറിയൻറ്റേഷൻ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ഞാനത് ഹൊറിസോണ്ടൽ എന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, റേഡിയോ ബട്ടൺസ് ഇപ്പോൾ ഹൊറിസോണ്ടലായി അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഞാനത് തിരിച്ച് വെർട്ടിക്കലായി തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അടുത്തതായി ഈ റേഡിയോ ബട്ടൺസിൻ്റെ ക്ലിക്ക് ഈവൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം. അതിനായി ഞാനിവിടെ ഓരോ റേഡിയോ ബട്ടണും ഒരു ഓൺ ക്ലിക്ക് മെത്തേഡ് സ്പെസിഫൈ ചെയ്യുകയാണ്. അതിനായി ഓൺ ക്ലിക്ക് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം.
ഞാനിവിടെ ഒരു മെത്തേഡ് സ്പെസിഫൈ ചെയ്തു. അതുപോലെ തന്നെ അതേ മെത്തേഡ് തന്നെ രണ്ടാമത്തെ റേഡിയോ ബട്ടണും ഞാൻ സ്പെസിഫൈ ചെയ്തു. അടുത്തതായി ഈ ഒരു മെത്തേഡ് നമ്മളുടെ മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഞാൻ ഈ മെത്തേഡ് കോപ്പി ചെയ്തു. അടുത്തതായി മെയിൻ ആക്ടിവിറ്റിയിൽ ഓപ്പൺ ചെയ്തു. ഇവിടെ ആ മെത്തേഡ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഈ മെത്തേഡിൽ മസ്റ്റായും ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കണം. അത് വ്യൂ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പോൾ യൂസർ ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടണുമായി ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ മെയിൻ ആക്ടിവിറ്റിയിലുള്ള ഹാൻഡിൽ റേഡിയോ ക്ലിക്ക് എന്ന ഈ ഒരു മെത്തേഡ് ഇൻവോക്ക് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യമായി റേഡിയോ ബട്ടൺ യൂസർ സെലക്ട് ചെയ്തോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു ബൂളിയൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഈ വ്യൂ പാരാമീറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യമായി ഞാൻ അതിനെ റേഡിയോ ബട്ടണായി ടൈപ്പ് കാസ്റ്റ് ചെയ്യുകയാണ്. അടുത്തതായി നിങ്ങളിവിടെ ഈസ് ചെക്ക്ഡ് എന്ന മെത്തേഡ് കോൾ ചെയ്യുക. അതായത് യൂസർ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ബൂളിയനിൽ ട്രൂ എന്ന വാല്യൂ നമുക്ക് ലഭിക്കും. അടുത്തതായി നമുക്ക് ചെക്ക് ചെയ്യാം, അതായത് ഏത് റേഡിയോ ബട്ടണാണ് യൂസർ സെലക്ട് ചെയ്തത് എന്ന കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി നമുക്കൊരു കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം, ഒരു സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഗെറ്റ് ഐ ഡി എന്ന മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ യൂസർ സെലക്ട് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ വ്യൂ കമ്പോണൻറ്റിൻ്റെ ഐ ഡി നമുക്കിവിടെ ലഭിക്കും. അടുത്തതായി നമുക്ക് ഓരോ കേസായി ചെക്ക് ചെയ്യാം. യൂസർ റെഡ് റേഡിയോ ബട്ടണാണ് സെലക്ട് ചെയ്തത് എങ്കിൽ അതുപോലെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. അതായത് റേഡിയോ ബട്ടൺ യൂസർ സെലക്ട് ചെയ്തു എങ്കിൽ നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായി ഇവിടെ മറ്റൊരു മെത്തേഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ മെത്തേഡിന് ഒരു പാരാമീറ്റർ ആവശ്യമാണ്. ഇവിടെ ടോസ്റ്റ് എന്ന ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസർ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു എങ്കിൽ, അതായത് റെഡ് ബട്ടൺ ചെക്ക്ഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ നമുക്ക് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അതിനായി ഷോ മെസ്സേജ് എന്ന മെത്തേഡ് കോൾ ചെയ്യാം. അടുത്തതായി ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യാം. അടുത്തതായി രണ്ടാമത്തെ കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ യൂസർ സെലക്ട് ചെയ്തത് ഗ്രീൻ റേഡിയോ ബട്ടൺ ആണ് എങ്കിൽ ഇവിടെ നമുക്ക് മെസ്സേജ് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയോ ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മളുടെ ഈ വെർച്വൽ ഡിവൈസിൽ അവൈലബിൾ ആണ്. ഞാൻ ആദ്യ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു, റെഡ് കളർ സെലക്റ്റഡ് എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ആയി. അടുത്തതായി ഞാൻ രണ്ടാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തു, ഇവിടെ ഗ്രീൻ കളർ സെലക്റ്റഡ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഒരു റേഡിയോ ബട്ടൺ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റേഡിയോ ബട്ടൺസിൻ്റെ ക്ലിക്ക് ഇവൻറ്റ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സുകളെല്ലാം തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.